ചെയ്തത്. PMC പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല. പിന്മാറിയാൽ SSA ഫണ്ട് അടക്കം നിലയ്ക്കും. കേരളത്തിന്റെ തീരുമാനം കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ആദ്യം ഈ ധാരണയിൽ ഒപ്പുവയ്ക്കുന്നു. പിന്നീട് NEP എന്താണ് എന്ന് മന്ത്രി ശിവൻകുട്ടി തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്ന കാഴ്ചയായിരുന്നു കേരളത്തിൽ. പിന്നീട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് അതിലൊരു പുനഃപരിശോധന ആവശ്യമാണ് എന്ന് പറയുന്നു. ഇനി ഈ പദ്ധതി വേണ്ട എന്ന് തോന്നിയാൽ പിന്മാറാൻ സാധിക്കുമോ നന്ദൻ? രാഖി, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അതായത് ഇതൊരു സംസ്ഥാനത്തിന്, ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയല്ല, മറിച്ച് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതിയാണ് PM-ശ്രീ എന്നുള്ളത്. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്നതിനപ്പുറത്തേക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൈപിടിച്ചുയർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ PM-ശ്രീ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ കേരളം കൃത്യമായി തന്നെ ഒപ്പുവെച്ചു. ഇത് ഒപ്പുവെക്കുന്നതിന് മുമ്പേ തന്നെ സ്വാഭാവികമായും PM-ശ്രീ പദ്ധതി എന്താണ് എന്നുള്ളത് കേരളം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ രാഖി സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ PM-ശ്രീ നടപ്പാക്കിയാൽ കേരളത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ന്യായീകരണങ്ങൾ നൽകിയതുമാണ്. എന്നാൽ CPIയുടെ എതിർപ്പ് അതിജീവിക്കാൻ CPM-ന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPI രാഷ്ട്രീയ വൈര്യം മൂലം ഈ ഒരു പദ്ധതിയെ എതിർത്തു. ആ എതിർപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേക ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചുകൊണ്ട് ഇത് പഠിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ചുള്ളൊരു കത്ത് നൽകുമെന്നുള്ളതും ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ കത്തിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ കത്ത് ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടില്ല. ആ കത്ത് ലഭ്യമായാൽ എന്താണ് കേരളം ഉദ്ദേശിക്കുന്നത് എന്ന് കൂടുതൽ വ്യക്തമാകും. അതായത് ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും പിന്മാറാനാണോ കേരളം ഉദ്ദേശിക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടിയാണോ കേരളത്തിൻ്റെ ഉദ്ദേശം എന്നത് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരള സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല. നേരത്തെ സമാനമായ രീതിയിൽ പഞ്ചാബ് ഈ പദ്ധതിയിൽ അംഗമാകുകയും അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും പിന്നീട് ആ പദ്ധതിയിൽ നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ അതിൽ നിന്നും പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് അറിയിച്ചത്. അതേസമയം ഈ പദ്ധതിയിൽ അംഗമാകാൻ തങ്ങളില്ല എന്ന് പഞ്ചാബ് പറഞ്ഞപ്പോൾ പഞ്ചാബിനായിരുന്നു ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. SSA ഫണ്ട് ഉൾപ്പെടെ, അതായത് സർവശിക്ഷക് അഭിയാന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് ഉൾപ്പെടെ പഞ്ചാബിന് ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് മറ്റൊരു പോം വഴിയുമില്ലാതെ 2024 തന്നെ വീണ്ടും പഞ്ചാബ് ഈ PM-ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുകയായിരുന്നു. സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സമാനമായ ഒരു അവസ്ഥ തന്നെയാകും സംസ്ഥാന സർക്കാരിനുണ്ടാകുക അല്ലെങ്കിൽ കേരള സർക്കാരിനുണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 300-ലധികം വിദ്യാലയങ്ങളെ എല്ലാ തരത്തിലും അതിൻ്റെ പുനരുദ്ധാരണം, അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ എല്ലാ തരത്തിലുള്ള ഉദ്ധരണമൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്നും സ്വാഭാവികമായും കേരളം പിന്മാറിയാൽ ഈ വിദ്യാലയങ്ങളുടെ നവീകരണമടക്കം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവിയടക്കം തുലാസിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ വൈര്യം മാത്രമാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ഇതിൽ നിന്നും പിന്മാറാൻ, പൂർണ്ണമായും ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും കേരളത്തിൻ്റെ ഈ ഒരു നിലപാട് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുകയാണ് രാഖി. നന്ദൻ, അതോടൊപ്പം തന്നെ കേരളത്തിൽ PM-ശ്രീ പദ്ധതിയെ എതിർക്കുന്ന SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ്, അദ്ദേഹത്തിൻ്റെ പേര് ആദർശം സജി എന്നാണ്. അദ്ദേഹം പഠിക്കുന്നത് UP-യിലെ NEP അംഗീകരിച്ച സർവകലാശാലയിലാണ്. നോയിഡയിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലാണ് SFI അധ്യക്ഷന്റെ പഠനം. ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ സമിതി അംഗം കൂടിയായ സംഗീത ശുക്ലയാണ് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. എന്നിട്ടും ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ച്